ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ KS രാജേന്ദ്രൻ മാസ്റ്റർ. 1201 ചിങ്ങമാസം 1 തീയതി പുലർച്ചെ 1:53 സൂര്യൻ കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കും. സൂര്യന്റെ മൂലക്ഷേത്രമായ ചിങ്ങം രാശിയിലെ സ്ഥിതി സൂര്യനെ കൂടുതൽ ബലവാനാക്കും. ബലവാനായ സൂര്യന്റെ അനുഗ്രഹങ്ങൾ കൂടുതലായി ലഭിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ജ്യോതിഷ് ചക്രത്തിലെ ഏറ്റവും പ്രബലനായ ഗ്രഹമാണ് സൂര്യൻ. സൂര്യന്റെ പ്രഭാവം കൊണ്ടാണ് മറ്റ് ഗ്രഹങ്ങളൊക്കെ ബലവാന്മാരായി സ്ഥിതി ചെയ്യുന്നത്. കാലപുരുഷന്റെ ആത്മാവാണ് സൂര്യൻ. ജ്യോതിഷ് ചക്രത്തില് സൂര്യനും ചന്ദ്രനും രാജാക്കന്മാരാണ്. ആത്മപ്രഭാവത്തിന്റെ കാരകത്വമാണ് സൂര്യനുള്ളത്. അതുകൊണ്ട് തന്നെ ആത്മപ്രഭാവ കാരകനായ സൂര്യന് ബലം കൂടുമ്പോൾ മനുഷ്യർക്ക് ആത്മപ്രഭാവം കൂടുതലായി ലഭിക്കും. ആത്മപ്രഭാവം ഉണ്ടെങ്കിൽ മാത്രമേ പ്രയത്നങ്ങൾ കൊണ്ട് ലഭിക്കേണ്ട ഫലങ്ങളൊക്കെ മനുഷ്യർക്ക് പൂർണ്ണമായി ലഭിക്കുകയുള്ളൂ. സൂര്യൻ ഇഷ്ടഭാവത്തിൽ ബലവാനാവുമ്പോൾ ആത്മപ്രഭാവത്തിന് ബലം കൂടും. സൂര്യനും ചന്ദ്രനും ബലമുണ്ടെങ്കിൽ മറ്റ് ഗ്രഹങ്ങൾക്ക് ബലമില്ലെങ്കിൽ കൂടി ധാരാളം ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. ചിങ്ങം 1 തീയതി മുതൽ ബലവാനായ സൂര്യന്റെ അനുഗ്രഹത്താൽ കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാർ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. 3, 6, 10, 11 ഭാവങ്ങളിലാണ് സൂര്യൻ കൂടുതൽ ബലവാനായി ഗുണഫലങ്ങൾ ധാരാളമായി നൽകുന്നത്. 3, 6, 10, 11 ഭാവങ്ങളിൽ സൂര്യൻ വരുമ്പോഴാണ് ചാരവശാൽ കൂടുതലായി ഗുണഫലങ്ങൾ ലഭിക്കുന്നത്. ചിങ്ങത്തിൽ നിൽക്കുന്ന സൂര്യൻ 3-ാം ഭാവത്തിൽ വരുന്നത് മിഥുനക്കൂറുകാർക്കാണ്. മകീരം പകുതി, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിൽ ഉൾപ്പെടുന്നത്. ഈ കൂറുകാർക്ക് സൂര്യന്റെ അനുകൂല സ്ഥിതി കൊണ്ട് സ്ഥാനാന്തര പ്രാപ്തി ലഭിക്കുന്നു. ഇപ്പോൾ അവർ നിലനിൽക്കുന്ന സ്ഥാനത്തു നിന്നും കൂടുതൽ ഉയരങ്ങളിലേക്കും കൂടുതൽ ശ്രേഷ്ഠമായ സ്ഥാനത്തേക്കും എത്തിച്ചേരുവാൻ ഇവർക്ക് ഇടവരും. തങ്ങളുടെ കർമ്മമേഖല ഏതായാലും ഇപ്പോൾ ഉള്ളതിൽ നിന്നും കുറെ കൂടി ഉയരത്തിലുള്ള കർമ്മമേഖലയിൽ അവർക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. ഇപ്പോൾ അവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്നും കൂടുതൽ അധികാരവും കൂടുതൽ ബഹുമാനവും ലഭിക്കുന്ന ഉയർന്ന സ്ഥാനത്തേക്ക് അവർ എത്തിച്ചേരും. സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ കമ്പനി ജീവനക്കാരോ മറ്റു തൊഴിലാളികളോ ഒക്കെ ആയവർക്ക് അവരുടെ ഇപ്പോഴത്തെ പദവിയിൽ നിന്നും ഉയർന്ന പദവിയിലേക്ക് പ്രമോഷൻ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തങ്ങൾക്ക് അനുകൂലമായ രീതിയിലുള്ള സ്ഥലമാറ്റങ്ങളും ലഭിക്കുവാൻ ഇടവരും. പൊതുപ്രവർത്തകർക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഉന്നത നിലയിലേക്ക് എത്തുവാൻ അവസരമുണ്ടാകും. സാമൂഹിക രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഇപ്പോൾ വഹിക്കുന്ന പദവിയേക്കാൾ കുറച്ചുകൂടെ ഉയർന്ന ഒരു പദവിയിലേക്ക് എത്തുവാനുള്ള യോഗമുണ്ട്. ഈ കൂറിൽ ജനിച്ച എല്ലാവർക്കും തന്നെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിന്നും ഒരു മാറ്റം പ്രതീക്ഷിക്കാം. ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ജീവിത സാഹചര്യം ഇവർക്ക് വന്നു ചേരും. അതുപോലെ തന്നെ ഈ കൂറിൽ ജനിച്ചവർക്ക് ശത്രുനാശവും സംഭവിക്കുന്നതാണ്. ഇതുവരെ ശത്രുക്കൾ മൂലം ഉണ്ടായിരുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും വിട്ടുമാറുകയും വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതുമാണ്. ശത്രുക്കളായി പ്രവർത്തിച്ചവരൊക്കെ അതിൽ നിന്നും പിന്മാറുകയും ഇവർക്ക് സഹായങ്ങളുമായി എത്തുകയും ചെയ്യും. അതോടുകൂടി ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ മാറുന്നതും വലിയ വിജയത്തിലേക്ക് എത്തുവാൻ കഴിയുന്നതുമാണ്. സാമ്പത്തികമായ വലിയ അഭിവൃദ്ധിയും 3-ാം ഭാവത്തിലെ സൂര്യൻ ഈ കൂറുകാർക്ക് നൽകും.
സാമ്പത്തികമായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല ഒരു സാമ്പത്തിക നില കൈവരും. ഇതുവരെ ഉണ്ടായിരുന്ന ബാധ്യതകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തീർക്കുവാൻ ഇവർക്ക് സാധിക്കും. എല്ലാ രംഗത്തു നിന്നും സാമ്പത്തികമായ ഒരു നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാം. ഇതുവരെ നഷ്ടത്തിൽ കലാശിച്ചിരുന്ന ഏർപ്പാടുകളൊക്കെ ലാഭത്തിലേക്ക് മാറും. കർമ്മരംഗത്തു നിന്നും വലിയ വരുമാനം പ്രതീക്ഷിക്കാം. അതുപോലെ വളരെ കാലമായി ലഭിക്കേണ്ടിയിരുന്ന പണം താമസം കൂടാതെ തന്നെ ലഭിക്കുന്നതാണ്. സാമ്പത്തികമായി പൊതുവെ വളരെ അനുകൂലമായ സാഹചര്യമാണ് ഈ ചിങ്ങമാസത്തിൽ ഇവർക്ക് അനുഭവപ്പെടാൻ പോകുന്നത്. ആരോഗ്യപരമായും ഇവർക്ക് വലിയ പുരോഗതിയാണ് ചിങ്ങമാസത്തിൽ അനുഭവപ്പെടുക. ചില രോഗദുരിതങ്ങളൊക്കെ അനുഭവിച്ചവർക്ക് അതിൽ നിന്നും വളരെ വേഗം മോചനമുണ്ടാവും. ചികിത്സകൾ നടത്തിയിരുന്നവർക്ക് ചികിത്സകളൊക്കെ പൂർണ്ണമായി ഫലപ്രദമാകുന്നതും രോഗദുരിതങ്ങൾ വിട്ടുമാറുന്നതുമാണ്. ഒരു മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി ഇവർക്ക് കൈവരും. ആരോഗ്യ പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് അതിൽ നിന്നുമെല്ലാം മോചനം ഉണ്ടാവുകയും ശാരീരികമായും മാനസികമായും വലിയ ഉണർവും ഉന്മേഷവും അനുഭവിക്കാൻ ഇടവരികയും ചെയ്യും. ബലവാനായ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന സൂര്യന്റെ ചാരഫലം ഇവർക്ക് മറ്റ് ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങളെയൊക്കെ കവച്ചു വയ്ക്കുന്ന രീതിയിൽ ഉള്ളതാകയാൽ പൊതുവെ ചിങ്ങമാസത്തിൽ ഈ കൂറുകാർക്ക് ഗുണഫലങ്ങളും ഭാഗ്യാനുഭവങ്ങളും ധാരാളമായി ഉണ്ടാകുന്നതാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറുകാർക്ക് സൂര്യൻ നിൽക്കുന്നത് 6-ാം ഭാവത്തിലാണ്. പൂരിട്ടാതി കാല്, ഉത്രട്ടാതി, രേവതി എന്നീ 2 നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ ഉൾപ്പെടുന്നത്. ഈ കൂറിൽ ജനിച്ചവർക്ക് സൂര്യന്റെ 6-ാം ഭാവത്തിലെ സ്ഥിതി മൂലം രോഗനാശം അനുഭവപ്പെടും. രോഗങ്ങളിൽപ്പെട്ട് ബുദ്ധിമുട്ടിയിരുന്നവർക്ക് അതിൽ നിന്നും വളരെ വേഗത്തിലുള്ള ഒരു ആശ്വാസം ലഭിക്കും. രോഗത്തിന്റെ ചികിത്സയ്ക്കായി ചെലവായിരുന്ന ധാരാളം പണം ഇനി മറ്റു കാര്യങ്ങൾക്കായി ഉപയോഗിക്കുവാൻ കഴിയും. ആരോഗ്യപരമായി വലിയ ഒരു പുരോഗതിയാണ് ഈ കൂറുകാർക്ക് വരാൻ പോകുന്നത്. അതുപോലെ ശത്രുക്കളെ കൊണ്ട് ഉപദ്രവങ്ങൾ അനുഭവിച്ച് വന്നിരുന്നവർക്ക് അതിൽ നിന്നും വലിയ മോചനം ഉണ്ടാകും. ശത്രുനാശവും സൂര്യന്റെ 6-ാം ഭാവത്തിലെ സ്ഥിതി മൂലം ഉള്ള ചാരഫലമാണ്. ശത്രുക്കളായിരുന്നവരൊക്കെ മിത്രങ്ങളായി മാറും. നമ്മുടെ ഒപ്പം ചേർന്ന് നമുക്ക് സഹായങ്ങൾ ലഭ്യമാക്കുവാൻ ഇവർ പരിശ്രമിക്കും. ശത്രുബാധ മൂലം വളരെ വിഷമിച്ച് കഴിഞ്ഞിരുന്നവർക്ക് ആ വിഷമങ്ങളെല്ലാം അവസാനിപ്പിച്ച് മനസ്സമാധാനത്തോടെ മുന്നോട്ട് പോകുവാനുള്ള അവസരം ഉണ്ടാവും. അതുപോലെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും സൂര്യന്റെ അനുകൂല ഭാവസ്ഥിതി മൂലം ഈ കൂറുകാർക്ക് ഉണ്ടാകുന്നതാണ്. തങ്ങളുടെ ജീവിതത്തിൽ പല പല കാരണങ്ങൾ കൊണ്ട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ച് വന്നവർക്ക് അതിൽ നിന്നുമെല്ലാം മോചനമുണ്ടാവും. തങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഓർത്തിട്ടോ അല്ലെങ്കിൽ സാമ്പത്തിക ദുരിതങ്ങൾ ഓർത്തിട്ടോ ദുഃഖിച്ച് കഴിഞ്ഞവർക്ക് അതിൽ നിന്നുമെല്ലാം ഒരു മോചനം ഉടൻ തന്നെ ഉണ്ടാകുന്നതാണ്. വലിയ സുഖകരമായ ഒരു ജീവിത അനുഭവം ഇവർക്ക് വന്നു ചേരും. മക്കളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ചോ അവരുടെ വിവാഹം സംബന്ധിച്ചോ അവരുടെ ഉദ്യോഗം സംബന്ധിച്ചോ ഒക്കെ മനപ്രയാസം അനുഭവിച്ചു വന്നവർക്ക് അതെല്ലാം വളരെ വേഗം തന്നെ ഇല്ലാതാവും. വളരെ അനുകൂലമായ സാഹചര്യമാണ് ഇവർക്ക് വരാൻ പോകുന്നത്. മനസ്സിൽ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുവാൻ ഇടയുണ്ട്. ഈ കൂറിൽ ജനിച്ചവർ ചിങ്ങമാസം മുഴുവൻ വലിയ സുഖാനുഭവങ്ങളാണ് അനുഭവിക്കാൻ പോകുന്നത്. സൂര്യന്റെ ചിങ്ങരാശിയിലെ സ്ഥിതി മൂലം കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ള അടുത്ത കൂറ് വൃശ്ചികക്കൂറാണ്. വിശാഖം കാല്, അനിഴം, തൃക്കേട്ട
എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ ഉൾപ്പെടുന്നത്. ഈ കൂറുകാർക്ക് സൂര്യൻ 10ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 10ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യന്റെ ചാരഫലം വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് വലിയ ഭാഗ്യാനുഭവങ്ങളാണ് നൽകുന്നത്. ഉദ്ദേശിക്കുന്ന കർമ്മങ്ങളൊക്കെ സാധിക്കുവാൻ ഇടവരും. അവർ ആഗ്രഹിക്കുന്ന എല്ലാ പ്രവൃത്തിയിലും വലിയ വിജയം ഉണ്ടാക്കുവാൻ ഈ കൂറുകാർക്ക് കഴിയും. അതുപോലെ എല്ലാ രംഗത്തു നിന്നും വലിയ വിജയവും പ്രതീക്ഷിക്കാം. തങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ തങ്ങളുടെ കർമ്മരംഗത്ത് പൂർത്തീകരണം സാധിക്കുവാൻ കഴിയും. തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കർമ്മരംഗം തിരഞ്ഞെടുക്കുവാനും പൂർണ്ണമായും അതിൽ വിജയിക്കുവാനും സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും ഈ കൂറുകാർക്ക് സാധിക്കും. തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഉദ്യോഗം ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ കച്ചവടം ചെയ്യുന്നവർക്കും കൃഷി ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് ചിങ്ങമാസം. തങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതും അതിൽ നിന്നും അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതുമാണ്. ഏത് മേഖലയിലും എല്ലാവിധത്തിലും വിജയിക്കാനുള്ള സാധ്യത ഈ കൂറുകാർക്ക് ഉണ്ട്. ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വളരെ ആശ്വാസകരമായ അനുഭവങ്ങൾ ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. ദാമ്പത്യ രംഗത്തായാലും ശരി, അതുപോലെ തൊഴിൽ രംഗത്തായാലും ശരി, മറ്റ് പൊതു പ്രവർത്തന രംഗത്തായാലും ശരി, ഈ കൂറിൽ ജനിച്ചവർക്ക് വളരെ അനുകൂലമായ സ്ഥിതിയാണ് വരാൻ പോകുന്നത്. എല്ലാ വിധത്തിലുമുള്ള വിജയങ്ങൾ ഇവരെ കാത്തിരിക്കുകയാണ്. വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുവാനും വലിയ വലിയ നേട്ടങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കുവാനും ഇവർക്ക് കഴിയും. എല്ലാം കൊണ്ടും വലിയ ഗുണഫലങ്ങളാണ് ഈ കൂറിൽ ജനിച്ചവർക്ക് ചിങ്ങമാസത്തിൽ അനുഭവിക്കാൻ ഇടവരിക. അടുത്ത കൂറ് തുലാക്കൂറാണ്. ചിത്തിര, അര, ചോതി, വിശാഖ, മുക്കാല് എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ ഉൾപ്പെടുന്നത്. ഇവർക്ക് സൂര്യൻ 11ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലാഭസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന സൂര്യൻ വലിയ വലിയ നേട്ടങ്ങളും ലാഭങ്ങളും ഈ കൂറുകാർക്ക് സമ്മാനിക്കും. ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന എല്ലാ ദുരിതങ്ങളും ഇവർക്ക് വളരെ വേഗം അവസാനിക്കുകയും വലിയ നേട്ടങ്ങൾ കൈവരികയും ചെയ്യും. സ്ഥാനമാനങ്ങൾ ഈ കൂറുകാരെ തേടിയെത്തും. ഇപ്പോൾ പ്രവർത്തിക്കുന്ന കർമ്മ രംഗത്ത് കൂടുതൽ അധികാരവും കൂടുതൽ ലാഭവും കിട്ടുന്ന പദവിയിലേക്ക് ഉയരുവാനുള്ള അവസരമുണ്ടാകും. സാമ്പത്തിക ആനുകൂല്യങ്ങൾ കൂടുതലായി ഇവർക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റും കുടിശ്ശികയായി ലഭിക്കാനുള്ള പണം വളരെ വേഗത്തിൽ ലഭിക്കുന്നതാണ്. സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും വലിയൊരു ഉയർച്ച ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം. നാനാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ ഉയർച്ച ഉണ്ടാകുന്നതാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ കൂറുകാർക്ക് ഈ ചിങ്ങമാസത്തോടെ വന്നു ചേരും. പുതിയ വീടുകൾ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. അതുപോലെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ അനുകൂലമായ സമയമാണ് ചിങ്ങമാസം. തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ വിജയം ഇവർക്ക് ലഭിക്കും. അതുപോലെ തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു തൊഴിൽ മേഖലയിൽ എത്തുവാനും ഉദ്യോഗാർത്ഥികൾക്ക് സാധിക്കുന്നതാണ്. സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ സ്ഥലം വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്ന ഒരു കാലയളവാണ് ചിങ്ങമാസം. എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാനുള്ള യോഗം ഈ കൂറുകാർക്ക് ഉണ്ടാകും. ആഡംബര വസ്തുക്കൾ വാങ്ങിക്കുന്നതിനും
അതുപോലെ പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുന്നതിനും ഈ കൂറുകാർക്ക് അവസരം ലഭിക്കും. രോഗദുരിതങ്ങളിൽ നിന്നും വളരെ വേഗത്തിലുള്ള ഒരു മോചനവും ഈ കൂറുകാർക്ക് ഉണ്ടാകുന്നതാണ്. രോഗങ്ങൾ മൂലം ദുരിതം അനുഭവിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ രോഗദുരിതങ്ങൾ വിട്ടൊഴിയുന്നതും വലിയ സുഖവും സന്തോഷവും മാനസികമായ ഉന്മേഷവും അനുഭവിക്കാൻ കഴിയുന്നതുമാണ്. കുടുംബത്തിൽ ഐക്യവും ഐശ്വര്യവും വന്നു ചേരും. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സഹകരണം എന്നത്തേക്കാൾ ഉപരി വർദ്ധിക്കുന്നതും കുടുംബാംഗങ്ങളുടെ പരസ്പര സഹായ സഹകരണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ കൂടുതൽ ഉയരത്തിലേക്ക് എത്തുവാനും കഴിയും. മറ്റുള്ളവരുടെ അംഗീകാരവും സ്നേഹവും നേടിയെടുക്കുവാൻ ഈ കൂറുകാർക്ക് സാധിക്കും. പൊതുവെ ഈ കൂറുകാർക്കും സൂര്യന്റെ 11ാം ഭാവസ്ഥിതി കൊണ്ട് വലിയ ഗുണാനുഭവങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. ദൃഢനിശ്ചയത്തോടു കൂടിയും അതുപോലെ ഈശ്വര ചിന്തയോടുകൂടിയും മുന്നേറുന്ന ഈ കൂറുകാർക്ക് ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക.